നേരത്തെയും ശ്രമിച്ചിരുന്നു. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ഒരു കേന്ദ്രവുമായി ഞാൻ സംസാരിച്ചിരുന്നു. അവർ വിശദീകരിച്ചത് ഇന്നലെ കൊണ്ട് തന്നെ KPCC നടത്തി വന്ന ജാഥ സമാപിച്ചിട്ടുണ്ട്. അതിന്റെ സമാപനത്തിലും ജാഥ ക്യാപ്റ്റൻ എന്ന നിലയിൽ സംസാരിച്ചതിന് ശേഷമാണ് കെ മുരളീധരൻ പതിവ് പോലെ ഗുരുവായൂർ സന്ദർശനത്തിനായി പോയിരിക്കുന്നത് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇന്ന് നടക്കുന്നത് ജാഥകളുടെ സമാപനമല്ല, UDFന്റെ പദയാത്രയും അതിന്റെ ആ ഒരു പദയാത്രയാണ് ഇന്ന് നടക്കുന്നത് എന്ന നിലയിലുള്ള വിശദീകരണമാണ് കെ മുരളീധരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകിയത്. അപ്പോഴും അദ്ദേഹം പങ്കെടുക്കുമോ എന്ന് സ്ഥിരീകരിച്ചുള്ള വിവരം നൽകാൻ അവർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ശരി സാജു, ഇന്നലെ ഈ യാത്രയുടെ സമാപനത്തിൽ മുഴുവൻ സമയവും കെ മുരളീധരൻ വേദിയിലുണ്ടായിരുന്നു. ഈ ജാഥയുടെ സമാപനത്തിൽ ചെങ്ങന്നൂരാണ് നടന്നിരിക്കുന്ന ജാഥയുടെ സമാപനം. മുരളീധരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരപ്രകാരം ആ പരിപാടി പൂർത്തിയാക്കിയതിനു ശേഷം, ആ ജാഥ പൂർണ്ണമായും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് കെ മുരളീധരൻ മടങ്ങിയത് എന്നാണ്. കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആലപ്പുഴ ബ്യൂറോയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടത് നൽകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാഥ നടക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു ഈ പട്ടിക പുറത്തു വന്നത്. ആ ജാഥ നടക്കുന്ന ദിവസം തന്നെ കെ മുരളീധരന് പട്ടികയുമായി ബന്ധപ്പെട്ട് അതൃപ്തി ഉണ്ടായിരുന്നു എന്നത് നമ്മൾ സ്ഥിരീകരിച്ച് തന്നെ നൽകിയ വിവരമാണ്. പക്ഷേ അപ്പോഴൊക്കെയും ആ അതൃപ്തി ഒരു പൊട്ടിത്തെറിയോ, താൻ കാരണം ഇപ്പോൾ നടക്കുന്ന ജാഥയ്ക്ക് ഒരു തരത്തിലുള്ള മങ്ങലും ഏൽക്കരുത് എന്ന് കെ മുരളീധരൻ കരുതിക്കൊണ്ടാവണം അദ്ദേഹം വളരെ പക്വതയോടുകൂടിയുള്ള പ്രതികരണമായിരുന്നു മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നൽകിയിരുന്നത്. അത് എനിക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ട് എന്ന് തുറന്നു പറയാൻ കെ മുരളീധരൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആ ജാഥ അവസാനിപ്പിച്ചതിന് ശേഷം തനിക്കുള്ള അതൃപ്തി അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വത്തിലൂടെ വ്യക്തമാകുന്നത്. പക്ഷെ കെ മുരളീധരൻ അടക്കം തന്നെ പരാതിയുള്ളവരെ എല്ലാവരെയും അനുനയിപ്പിക്കാം എന്ന് തന്നെയാണ് നേതൃത്വം ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ പരിപാടിക്ക് ശേഷം തുടരും എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഷമാ മുഹമ്മദിനെ പോലുള്ളവർ നടത്തിയ പരസ്യ പ്രസ്താവനയെ അവഗണിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ കെ മുരളീധരനെയും ചാണ്ടി ഉമ്മനെയൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ. സാജു, ഇതുപോലെയുള്ള അതിർത്തി പരമാവധി കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ജംബോ പട്ടിക KPCC പുറത്തിറക്കിയത്. പക്ഷെ എന്നിട്ടും പല കോണുകളിൽ നിന്ന് പരാതികൾ, അതുപോലെ തന്നെയുള്ള അതിർത്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരേ ഒരു പേര് മാത്രമായിരുന്നല്ലോ കെ മുരളീധരൻ നിർദ്ദേശിച്ചത്, മുന്നോട്ട് വെച്ചത്. അതെന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല? കെ മുരളീധരൻ മുന്നോട്ട് വെച്ച പേര് പരിഗണിക്കപ്പെടാതിരിക്കാനുള്ള കാരണമായി നേതൃത്വത്തിൽ നിന്നുള്ള വിശദീകരണം, KM ഹാരിസിന്റെ പേരായിരുന്നു കെ മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ന്യൂനപക്ഷ കോൺഗ്രസിൽ പദവിയുണ്ട്. അങ്ങനെ ഒരു പദവി ഉള്ളതുകൊണ്ടാണ് ആ പേര് പരിഗണിക്കാതിരുന്നത്. മറ്റ് പലവിധത്തിലുള്ള പരിഗണനകൾ, സാമൂഹ്യ സമവാക്യങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ട് പരമാവധി പരാതികൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഭാരവാഹി പട്ടികയ്ക്ക് രൂപം നൽകിയത് എന്നും ആണ് നേതൃത്വം അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് പതിവ് രീതിയിലുള്ള വലിയ പൊട്ടിത്തെറികൾ ഒന്നും ഇത്തവണ ഉണ്ടാവാതിരുന്നത് എന്നും നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, AI പോലുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഒന്നും തന്നെ ഗ്രൂപ്പ് എന്ന നിലയിൽ പട്ടികയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല. ആകെ ചില ഒറ്റപ്പെട്ട വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് വിമർശനമായി ഉയർന്നു വന്നത് എന്ന കാര്യവും നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്ര ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ കെ മുരളീധരനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് മുരളീധരൻ ഈ അതിർത്തി KPCC അധ്യക്ഷനെ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടോ സാജു? മുരളീധരൻ നേതൃത്വത്തെ തന്റെ അതിർത്തി ആ ദിവസം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരേ ഒരു പേര് മാത്രം നിർദ്ദേശിച്ചിട്ടും തന്നെ അവഗണിച്ചു. അതിന് പറയുന്ന ന്യായങ്ങൾ ശരിയല്ല എന്ന കാര്യവും കെ മുരളീധരനൊപ്പമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ പോഷക സംഘടനയിലെ ഭാരവാഹിത്വം ആണ് ചൂണ്ടിക്കാണിച്ച ആൾക്കുള്ള പ്രശ്നമെങ്കിൽ പോഷക സംഘടനയിൽ ഭാരവാഹിത്വമുള്ള ലക്ഷ്മി എന്ന് പറയുന്ന വനിതാ നേതാവ് ഈ പട്ടികയിൽ, ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും കെ മുരളീധരൻ ഇപ്പോൾ പറയുന്നതിന് ചില ന്യായങ്ങൾ ഉണ്ട് എന്ന് നേതൃത്വത്തിനും സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ മുരളീധരന്റെ ഇപ്പോഴത്തെ കലിപ്പ് പരിഹരിക്കുന്നതിനുള്ള
നടപടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കെ മുരളീധരൻ ഇപ്പോൾ ചെലുത്തുന്നത് ഒരു സമ്മർദ്ദമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം നേതാക്കളും. ആ സമ്മർദ്ദം തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിച്ചാൽ ഇന്ന് വൈകുന്നേരം പരിപാടിയിലേക്ക് കെ മുരളീധരൻ എത്തും എന്ന് തന്നെ വിശ്വസിക്കുന്ന നേതാക്കളും കൂടുതലാണ് ഇപ്പോൾ കോൺഗ്രസിൽ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അപ്പോഴും പങ്കെടുത്തില്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള പ്രതിരോധ കാര്യങ്ങളാണ് നേരത്തെ വി ടി ബൽറാൻ നമുക്ക് മുന്നിൽ